ആശങ്കകൾക്ക് താൽക്കാലിക ആശ്വാസമേകി പുതിയ പരിശോധനാ റിപ്പോർട്ടുകൾ. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചതിനെ തുടർന്ന് പരിശോധനയ്ക്ക് അയച്ച 8 പേരുടെ സ്രവ പരിശോധനാ ഫലമാണ് നെഗറ്റീവായി പുറത്തുവന്നിരിക്കുന്നത്. രോഗം പടർന്നു പിടിച്ച 5-ാം ദിവസം ഇന്നലെ ആരോഗ്യമന്ത്രി കോഴിക്കോട് എത്തുകയും ചെയ്തിരുന്നു. നമുക്ക് അരുൺ പി ജിയിലേക്ക് പോകാം. അരുൺ പി ജി തയ്യാറായിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അരുൺ, ഗുഡ് മോർണിംഗ്. നിപ്പ ഭീതി അതിങ്ങനെ വിട്ടൊഴിയാതെ നിൽക്കുന്നു. ആശ്വാസകരമായി ഇപ്പോൾ പരിശോധനാ ഫലങ്ങൾ 8 പേരുടെ പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവായി എന്നൊരു വാർത്ത നമ്മളെ തേടി എത്തുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നിലവിൽ ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ നിൽക്കുന്ന നിപ്പ ബാധിച്ച വ്യക്തിയുടെ ഒരു ആരോഗ്യ അവസ്ഥ എങ്ങനെയുണ്ട്? പ്രതിരോധ മരുന്ന് ആദ്യ ഡോസ് കൊടുത്തു എന്ന് മനസ്സിലാക്കുന്നു. ആ വിവരങ്ങൾ ആദ്യം. ഒരു തരത്തിലുള്ള ആശ്വാസകരമായ വാർത്തകൾ തന്നെയാണ് നിപ്പ രോഗബാധയുമായി കോഴിക്കോട് ജില്ലയിൽ നിന്ന് എനിക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത്. ഈ നിപ്പ രോഗി രാമനാട്ടുകര സ്വദേശിയായ 43-കാരനുമായി സമ്പർക്ക പട്ടികയിൽ ഉണ്ടായിരുന്ന ആളുകളുടെ സ്രവമാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് ലാബിലെ പരിശോധനാ ഫലത്തെ തുടർന്ന് നെഗറ്റീവ് ആയിരിക്കുന്നത്. എന്തായാലും ഹയസ്റ്റ് റിസ്ക് ഇദ്ദേഹമായി കൂടുതൽ ഇടപഴകിയിരുന്ന ഈ ബന്ധുക്കളും സഹപ്രവർത്തകരുമായിട്ടുള്ള ആളുകളുടെ സ്രവമാണ് ഇപ്പോൾ നെഗറ്റീവ് ഫലമായിരിക്കുന്നത്. എന്തായാലും അതൊരു ആശ്വാസകരമായ വാർത്ത തന്നെയാണ്. ആശങ്കകൾ കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിൽ കാര്യമില്ലല്ലോ. എന്തായാലും നെഗറ്റീവായിട്ടുള്ള ഫലം തന്നെയാണ് ഇന്നലെ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഇന്നലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിപ്പ പടർന്നു പിടിച്ച് 5-ാം ദിവസമാണ് കോഴിക്കോട് ജില്ലയിലെത്തിയത്. ഇന്നലെ ഒരു ദിവസം കോഴിക്കോട് ജില്ലയിൽ എത്തിയതിന് ശേഷം അദ്ദേഹം രാത്രിയോടെ ഗുരുവായൂരിലേക്ക് പോവുകയാണ് ചെയ്തത്. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് വേണ്ടി അദ്ദേഹം ഗുരുവായൂരിലേക്ക് പോയി എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത്. അദ്ദേഹം ഇന്നലെ പറഞ്ഞത്, ഞാൻ തിരുവനന്തപുരത്ത് ഇരുന്ന് കോർഡിനേറ്റ് ചെയ്താലും മതി, ഇവിടെ ജില്ലയിൽ ക്യാമ്പ് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ള ഏറ്റവും നിരുത്തരവാദപരമായ ഒരു വാദമാണ് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടത്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ LDF സർക്കാർ ഈ നിപ്പ പോലെ കോവിഡ് പോലെയുള്ള പകർച്ചപ്പനി ബാധകൾ ഉണ്ടാകുമ്പോൾ ജില്ലയിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് ആരോഗ്യമന്ത്രിമാർ ഉൾപ്പെടെ അതുപോലെ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിമാരുൾപ്പെടെ ജില്ലയിൽ ക്യാമ്പ് ചെയ്തുകൊണ്ടായിരുന്നു ഏകോപന പ്രവർത്തനങ്ങൾ നടത്തിയത്. ഇതിൽ നിന്നും തീർത്തും വിഭിന്നമായ ഒരു നടപടിയാണ്. കാരണം പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫലം പോലും മന്ത്രി അറിഞ്ഞിട്ടില്ല. ജില്ലാ കളക്ടർ അറിഞ്ഞു, ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിഞ്ഞു, ആരോഗ്യവകുപ്പ് ഡയറക്ടർ അറിഞ്ഞു. ഇതെല്ലാവരും അറിഞ്ഞിട്ടും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരം ആരോഗ്യമന്ത്രി അറിഞ്ഞില്ല എന്നുള്ളതാണ്. പിന്നീട് 5-ാം ദിവസം കോഴിക്കോട് ജില്ലയിൽ മന്ത്രി എത്തുന്നു. ഒരു ദിവസത്തെ സന്ദർശനം നടത്തുന്നു. ഓട്ടപ്രദക്ഷിണം നടത്തി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെല്ലാം സന്ദർശനം നടത്തുന്നു. ഇതിനുശേഷം മാധ്യമങ്ങളെ കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഞാൻ നേരത്തെയും പറഞ്ഞത്. അതൊന്നുകൂടി ആവർത്തിക്കുന്നു. ഞാൻ തിരുവനന്തപുരത്ത് ഇരുന്നാൽ മതി, കോഴിക്കോട് ജില്ലയിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഈ ഏകോപന പ്രവർത്തനങ്ങൾ നടത്തേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും മന്ത്രിയുടെ ഈ ഒരു നിരുത്തരവാദമായ നടപടികൾ തുടരുന്നതിലൂടെ പകർച്ചപ്പനി കോഴിക്കോട് ജില്ലയിലാകെ പടർന്നു പിടിക്കുകയാണ്. ശനിയാഴ്ച മാത്രം 1142 പേരാണ് പനി ബാധിച്ചുകൊണ്ട് ജില്ലയിലെ വിവിധ ആശുപത്രികളിലേക്ക് എത്തിച്ചത്. ശനിയാഴ്ച 24 പേർക്ക് കൂടി ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. 19 പേർ നിരീക്ഷണത്തിൽ കഴിയുകയാണ്. 325 പേരാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സ തേടിയെത്തിയത്. 5 പേർ ഹെപ്പറ്റൈറ്റിസിനും ചിക്കൻ പോക്സിനും, 2 പേർ ഇൻഫ്ലുവൻസയ്ക്കും ചികിത്സ നേടി. എന്തായാലും ഈ ജില്ലയിൽ പകർച്ചപ്പനി പടർന്നു പിടിക്കുമ്പോൾ ഏകോപനമില്ലായ്മ ജില്ലയിൽ വ്യക്തമാണ്. നിപ്പ പ്രതിരോധത്തിൽ ആദ്യമേ തന്നെ സർക്കാരിന് പാളുന്ന ഒരു കാഴ്ച കണ്ടു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വലിയൊരു രാഷ്ട്രീയ ഇടപെടൽ കൂടി നടക്കുന്നുണ്ട്. കാരണം ഈ ഇത്രയും പകർച്ചപ്പനി ഈ ജില്ലയിൽ പടർന്നു പിടിക്കുമ്പോൾ പോലും ഒരു ജില്ലാ മെഡിക്കൽ ഓഫീസറോ ജില്ലാ വെറ്റിനറി ഓഫീസറോ നിയമിക്കാതെ UDF സർക്കാർ താളം ചവിട്ടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. യാതൊരു ഏകോപനവുമില്ല. അതിനിടയിലാണ് ഈ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഏത് രാഷ്ട്രീയ കക്ഷിയുടെ നോമിനി ആവണമെന്നുള്ള ഒരു രാഷ്ട്രീയ വടംവലിയും കൂടി ഇപ്പോൾ ഉണ്ടാവുന്നത്. ലീഗുകാരുടെ നിർബന്ധം, മുസ്ലിം ലീഗിൻ്റെ നിർബന്ധം എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ നോമിനി ആയിട്ടുള്ള ഒരാൾ ജില്ലാ മെഡിക്കൽ ഓഫീസറായിട്ട് വരണമെന്നുള്ളതാണ്. അത് കോൺഗ്രസ് നേതൃത്വം അനുവദിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ ജില്ലാ മെഡിക്കൽ ഓഫീസർ നിയമനം വൈകുന്നതിൻ്റെ കാഴ്ച. രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ നിപ്പ പ്രതിരോധത്തിൽ ചീഫ് വെറ്റിനറി ഓഫീസർ ജില്ലയിലില്ല എന്നുള്ളതാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് നിപ്പ പരിശോധനകളിൽ ഈ വവ്വാലിൻ്റെയും മറ്റ് ജീവികളുടെ എല്ലാം സ്രവം പരിശോധിക്കുന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾക്ക് ഏകോപനം നടത്തുന്നതും ജില്ലാ വെറ്റിനറി ഓഫീസറാണ്. ആ ഒരു ഒഴിവും ഇപ്പോഴും ആ ഒരു തസ്തികയും ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. അതിനോടൊപ്പമാണ് ഇപ്പോൾ 2 പേർക്ക് കൂടി ഷിഗല്ല രോഗം കോഴിക്കോട് ബാധിച്ചിരിക്കുന്നത്. ഞായറാഴ്ച 2 ഷിഗല്ല കേസുകളാണ് റിപ്പോർട്ട് ചെയ്ത. പയ്യോളി സ്വദേശിയായ 9 വയസ്സുകാരനും
കുന്നമംഗലത്തുള്ള 1 വയസ്സുള്ള കുട്ടിക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. എന്തായാലും ആശങ്കപ്പെടേണ്ട ഇപ്പോൾ ഒരു അവസ്ഥയില്ല. ഈ രോഗം സ്ഥിരീകരിച്ച 2 കുട്ടികളുടെയും അവസ്ഥ തൃപ്തികരമാണ്. 4 കുട്ടികളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ചികിത്സയിലുള്ള. അതിൽ ഒരാളുടെ നില ഗുരുതരമായി തുടരുകയാണ്. എന്നിട്ട് എന്താണ് ഞാൻ പറയുന്നത്, ഈ നിപ്പ പടർന്നു പിടിക്കുന്നു, പകർച്ചപ്പനി ജില്ലയിലാകെ പടർന്നു പിടിക്കുന്നു. അതിനോടൊപ്പം കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഷിഗല്ല രോഗം കണ്ടുവരുന്നു. എന്നിട്ടും ജില്ലയിൽ നിന്നുകൊണ്ട് ഈ ആരോഗ്യ പ്രവർത്തനങ്ങൾക്ക് ഏകോപിപ്പിക്കേണ്ടതിന് പകരം ഇന്നലെ രാത്രി തന്നെ ഗുരുവായൂരിലേക്ക് മന്ത്രി പോവുകയായിരുന്നു എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇന്നലെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ കൺട്രോൾ റൂമിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച ബേപ്പൂർ MLA PA മുഹമ്മദ് റിയാസ് അദ്ദേഹം K മുരളീധരനുമായി ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് തൻ്റെ മണ്ഡലത്തിലാണ് ഈ നിപ്പ അതിവേഗം പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. നിപ്പ ബാധിതനും തൻ്റെ മണ്ഡലത്തിലാണ്, രാമനാട്ടുകാര സ്വദേശിയാണ്. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലത്തിൽ താൻ ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ നിപ്പ ഏകോപന പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കണമെന്നുള്ളൊരു നിർദ്ദേശം K മുരളീധരനുമായി ചർച്ച ചെയ്തു. PA മുഹമ്മദ് റിയാസ് ചർച്ച ചെയ്തു. ഇതിനെല്ലാം തുടർച്ചയായി അദ്ദേഹം ഫേസ്ബുക്കിൽ അദ്ദേഹത്തിൻ്റെ പോസ്റ്റുമെല്ലാം വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ PA മുഹമ്മദ് റിയാസിന് ഒരു ഉറപ്പ് നൽകുവാനോ ഏകോപന പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുവാനോ ആരോഗ്യമന്ത്രിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അത് ഉദ്യോഗസ്ഥന്മേൽ പഴിചാരി രക്ഷപ്പെടുന്ന ഒരു കാഴ്ചയാണ് എന്തായാലും ഉണ്ടായത്. എന്തായാലും ഈ ഞായറാഴ്ച രോഗം സ്ഥിരീകരിച്ച പ്രദേശത്ത്, ഈ ഷിഗല്ല രോഗം സ്ഥിരീകരിച്ച പ്രദേശത്ത് ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും സർക്കാർ സംവിധാനം ആദ്യമേ പാളുന്ന ഒരു കാഴ്ച. ആദ്യം നിപ്പ വൈറസ് വരുന്നു, അതിനുശേഷം പകർച്ചപ്പനി ഇങ്ങനെ പടർന്നു പിടിക്കുന്നു. അതിൽ 2-3 പേർക്കോളം ചിക്കൻ ബോക്സ്, ഇൻഫ്ലുവൻസ പോലെയുള്ള രോഗങ്ങൾ കണ്ടുപിടിക്കുന്നു. ഈ ജലത്തിൽ കൂടി പകരുന്ന രോഗങ്ങൾ ജില്ലയിലാകെ പടർന്നു പിടിക്കുന്നു. അതിനുശേഷം കുട്ടികൾക്കുൾപ്പെടെ 2 കുട്ടികൾക്കുൾപ്പെടെ ഷിഗല്ല ബാധ സ്ഥിരീകരിക്കുന്നു. ഇതെല്ലാം ഈ സമയത്ത് നിന്ന് ജില്ലയിൽ നിന്ന് കോർഡിനേറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഏകോപിപ്പിക്കേണ്ട മന്ത്രി ഇന്നലെ തന്നെ ഈ കോഴിക്കോട് ജില്ല വിടുകയാണ് ഉണ്ടായത്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഈ പകർച്ചപ്പനി കാരണമുള്ള കേസുകൾ കൂടുതലാവാനാണ് സാധ്യത. മഴ കൂടി ആരംഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. പഴകിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, മറ്റ് പ്രാണികൾ എന്തെങ്കിലും ഭക്ഷിച്ച പഴവർഗ്ഗങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായും ഒഴിവാക്കുക, പൂർണ്ണമായും തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക, രോഗികളുമായി കൂടുതൽ സമ്പർക്കത്തിൽ ഏർപ്പെടുകയായിരിക്കുക എന്നുള്ള നിർദ്ദേശങ്ങൾ മാത്രമാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. അല്ല, ജില്ലാ ഭരണകൂടം ഈ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും ആരോഗ്യ വകുപ്പിൻ്റെ അനാസ്ഥ ഇക്കാര്യത്തിൽ വലിയ രീതിയിൽ പ്രതിഫലിച്ച് കാണുന്നതാണ്. സിന്ധൂരി.